ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് സീരീസിന് ഇന്നാണ് തുടക്കമായത്. ഇപ്പോൾ ഇതാ ഓസീസിന്റെ വിക്കറ്റുകൾ ഇന്ത്യ നേടിയിരിക്കുകയാണ്. ഓസ്ട്രേലിയ 67 റൺസിൽ 7 വിക്കറ്റ് പോയിരിക്കുകയാണ്. ജസ്പ്രീത് ബുംറയാണെന്ന് ഞെട്ടിച്ചിരിക്കുന്നത്. ഓസ്ട്രേലിയൻ ടീമിന്റെ നടുവൊടിച്ചത് ബുംറയായിരുന്നു. ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാം പെട്ടെന്നായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യക്ക് വേണ്ടി ഇന്ന് പുതിയൊരു ഓപ്പണിംഗ് ജോഡിയാണ് കളിക്കാനിറങ്ങിയത്. ജയ്സ്വാളും രാഹുലുമാണ് ബാറ്റ് ചെയ്തത്. ജയ്സ്വാള് ഡക്കിലാണ് പുറത്തായത്. എന്നാൽ രാഹുൽ കുറച്ചു നേരം പിടിച്ചു നിന്നു. 26 റൺസ് രാഹുൽ എടുത്തു. പിന്നീട് വന്ന ദേവദത്ത് പടിക്കലും ഡക്കിൽ പുറത്തായി. ഇതോടുകൂടി ഇന്ത്യ ശരിക്കും ഒന്ന് പേടിച്ചു. പിന്നീട് എല്ലാവരുടെയും പ്രതീക്ഷ കോഹ്ലിയിലായിരുന്നു. കോഹ്ലി വന്നതും പോയതും വേഗത്തിലായിരുന്നു. ആകെ കൂടി 5 റൺസ് മാത്രമാണ് കോഹ്ലി എടുത്തത്. പിന്നീട് ഋഷഭ് പന്താണൊന്ന് അടിച്ചു കളിച്ചത്. ഋഷഭ് പന്ത് ഇന്ന് 37 റൺസ് എടുത്തു. ശേഷം വന്ന ഒരുവിധം എല്ലാ താരങ്ങളും പെട്ടെന്ന് കൂടാരം കയറി. പിന്നീട് കുറച്ച് റൺസ് എടുത്തത് നിതീഷ് റെഡ്ഡി ആയിരുന്നു. 41 റൺസ് താരമെടുത്തു. ഇന്ത്യയുടെ ടോപ്പ് സ്കോററും റെഡ്ഡി തന്നെയായിരുന്നു. അങ്ങനെ ഇന്ന് ഇന്ത്യ 150 റൺസിൽ ഓൾ ഔട്ടായി. ഇന്ത്യൻ ആരാധകർ വിഷമത്തിലായിരുന്നു. ഇത്രയും കുറവ് റൺസിൽ ഇന്ത്യ ഓൾ ഔട്ട് ആകുമെന്ന് കരുതിയില്ല. എന്നാൽ ഇത് ഓസ്ട്രേലിയൻ പിച്ചാണ്. ഇന്ത്യക്ക് പണി കിട്ടിയതുപോലെ തന്നെ ഇന്ത്യ തിരിച്ചടിച്ചു. ഓസീസിന്റെ വിക്കറ്റുകൾ ഇന്ത്യ ചറപ്പറ നേടിയിരിക്കുകയാണ്. 67 റൺസ് ആകുമ്പോഴേക്കും ഓസ്ട്രേലിയ 7 വിക്കറ്റ് പോയിരിക്കുകയാണ്. ഇന്ന് സ്റ്റംപ് എടുക്കുമ്പോൾ ഓസീസ് 83 റൺസിന് ട്രയൽ ചെയ്യുന്നുണ്ട്. നാളെ ഇനി സെക്കൻഡ് ദിനം ആരംഭിക്കുമ്പോൾ ഓസീസ് 100 റൺസിൽ ഓൾ ഔട്ട് ആകുമെന്നത് ഉറപ്പാണ്. ഇന്ത്യയുടെ ഫാസ്റ്റ് ബോളിംഗിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ബുംറ ഇപ്പോൾ 4 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. സിറാജിന് 2 വിക്കറ്റും. ഈ ടെസ്റ്റ് ഇന്ത്യ ജയിക്കാനാണ് സാധ്യത. ഇന്ത്യയുടെ ബൗളിംഗ് അത്രയ്ക്കും സ്ട്രോങ് ആണ്. ഇന്ത്യ ബാറ്റ് ചെയ്തതുപോലെ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നാളത്തെ ടെസ്റ്റിന് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.